അടുത്ത ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഫെമ ആക്ട് അത്യാവശ്യം ചോദിച്ചു കണ്ടു, ഒരുപാട് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, 2000 കോഴ്സിൽ വരുന്നത്. പിന്നെ ഫെമ ആക്ടിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഫോറിൻ കറൻസികളുടെ അനാവശ്യ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ട്രാൻസ്ഫറൊക്കെ തടയുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. മുൻപ് ഇതെന്തായിരുന്നു? ഫെറ ആക്ട് ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആയിരുന്നു. അത് മാറിയിട്ടാണ് ഫെമ ആക്ട് വന്നത്. കുറച്ചും കൂടെ എന്താക്കി, റെഗുലേഷൻസ് കുറച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആക്കിയത്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്കിയത്. ഓക്കെ, ഇതൊക്കെ കൊടുത്ത നിയമപരമായ സാധനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫെമ ആക്ടിൻ്റെ ഉദ്ദേശങ്ങൾ: ഫ്രീ ട്രാൻസാക്ഷൻ ഓൺ കറണ്ട് അക്കൗണ്ട് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ റിയലൈസേഷൻ ഓഫ് എക്സ്പോർട്ട് പ്രൊസീഡ്സ്. ഇതെന്താണ്? കറണ്ട് അക്കൗണ്ട് മീൻസ് ചെറിയ എക്സ്ചേഞ്ചുകളുണ്ടല്ലോ, അതായത് ക്യാപിറ്റൽ പോലെ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ചെയ്യാത്ത, വലിയ അസറ്റുകളൊന്നും എക്സ്പോർട്ട് ഇമ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും കൈമാറ്റം ചെയ്യാത്ത ചെറിയ ട്രാൻസാക്ഷൻസ് റെസ്ട്രിക്ഷൻസോടെ എന്നാൽ ഈസി ആയിട്ട് നടത്താൻ സഹായിക്കുക. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൻ്റെ റിയലൈസേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊന്ന് വ്യക്തമാക്കുക. ഫോറിൻ എക്സ്ചേഞ്ച് ഓതറൈസ്ഡ് പേഴ്സണിലൂടെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിന് വ്യക്തത വരുത്തുക. ഒഫൻസുകൾ എന്താണ്, അതിൽ അപ്പീൽ എങ്ങനെ പോകും, എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഫെമയുടെ ഒരു പരമപ്രധാന ഉദ്ദേശം. കറണ്ട് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കേട്ടോ, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അകത്തുള്ള ചെറിയ ട്രാൻസാക്ഷൻ എങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടത്താം, വലിയ ട്രാൻസാക്ഷൻസിൻ്റെ റിയലൈസേഷൻ അതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്നുള്ള റൂൾസ് പറയുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഒരു ഓതറൈസ്ഡ് പേഴ്സണിലൂടെ കൈമാറ്റം ചെയ്യുക എന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നു. പിന്നെ ഒഫൻസുകൾ എന്താണ്, അതിൻ്റെ അപ്പീൽ എങ്ങനെ പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. നോക്കാം. പിന്നെ ഈ ഒരു ഏരിയ സ്ഥിരമായിട്ട് ചോദിച്ചു തന്നതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയും. എന്താണ് ഇൻസോൾവൻസി, എന്താണ് ബാങ്ക്രപ്സി എന്നറിയാം. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാവുന്ന അവസ്ഥ. ബാങ്ക്രപ്സി മീൻസ് ബാങ്കിലോടുള്ള കടം വീട്ടാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. ഇൻസോൾവൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കയ്യിലുള്ള അസറ്റുകൾ അതെല്ലാം വിറ്റാലും അയാൾക്കുള്ള ബാധ്യതകൾ തീർക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് ഇൻസോൾവൻസി. അത് കോടതി സർട്ടിഫൈ ചെയ്യും, ഇയാൾ ഇൻസോൾവൻ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഒരാൾക്ക് ബാങ്കിൽ ഉള്ള കടങ്ങൾ വീട്ടാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ബാങ്ക്രപ്സി. ഇപ്പോൾ നോക്കാം. അപ്പോൾ ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നിയമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, കോഡ് വരുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. പ്രശ്നങ്ങളുണ്ടാവും വരെ കാത്തു നിൽക്കാതെ വളരെ നേരത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കണ്ടെത്തി നടപടികൾ തുടങ്ങാനുള്ള ഒരു പ്രൊസീജിയർ ഇതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ മറ്റേ ബുദ്ധിമുട്ടിൽ വന്ന് കടം കയറി ചാവാറെ നിൽക്കുമ്പോൾ വന്ന് നടപടി എടുക്കുന്നതിന് പകരം നേരത്തെ പ്രൊസീജിയേഴ്സ് തുടങ്ങും എന്നാണ് നമ്മുടെ ഈ ഒരു കോഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇഷ്യൂവിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു രീതിയുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട് അതിൻ്റെ അകത്ത്. ഇവരെ പ്രശ്നം പരിഹരിക്കാനും കാര്യങ്ങൾ കേൾക്കാനും ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ DRT എന്ന് പറയാം, പിന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ഈ 2 ട്രിബ്യൂണലുകളാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് കോടതിയിലേക്ക് പോയി, അതിൽ കോടതിയേക്കാൾ കുറച്ചും കൂടി സൗകര്യമുള്ള സാധനമാണ് ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു പക്ക സ്റ്റാൻഡേർഡ് സാധനമായതുകൊണ്ട് ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വായിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകാം. പിന്നെ ഈ 4 പില്ലേഴ്സ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്കറിയത്തില്ല, ഏജൻസികളുണ്ട്, പ്രത്യേകിച്ച് ഈ ലോയർമാരുടെയൊക്കെ ഒരു ഏജൻസികളുണ്ട്. എന്തിനാ, ഈ ഇൻസോൾവൻസി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ആൾ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ പ്രൊസീജിയർ ചെയ്യുന്നത്, അയാളുടെ അസറ്റുകളെ വിറ്റ് കടങ്ങൾ വിറ്റ്, അങ്ങനത്തെ ഒരു പ്രൊസീജിയറുണ്ട്. അതായത് അയാളുടെ കടങ്ങൾ ഇവിടെ, അയാളുടെ അസറ്റ് ഇവിടെ, തിരിച്ചല്ലേ, അയാളുടെ അസറ്റ് ഇവിടെ, അയാളുടെ കടങ്ങൾ ഇവിടെ. എന്ത് ചെയ്യുന്നു, ഇയാളുടെ അസറ്റുകൾ വിറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ഇയാളുടെ കടങ്ങൾ വിറ്റാം, ബാക്കിയുള്ള കടങ്ങളെ എങ്ങനെ പറഞ്ഞയക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഒരു അഡ്വക്കേറ്റ് സഹായത്തോടു കൂടി കോടതിയിലെ നിർദ്ദേശം അല്ലെങ്കിൽ ഈ ട്രിബ്യൂണൽ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട സാധനം. അപ്പോൾ ഒരാൾ ഇൻസോൾവൻ്റ് ആയി തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഏജൻസിയെ സമീപിച്ച് അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ അവർ സഹായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് ഈ ആക്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഡിൻ്റെ, ആക്ട് എന്ന് പറയുന്നത് ആക്ട് ഒരൊറ്റ നിയമമാണെങ്കിൽ നിയമങ്ങളുടെ ഒരു സംഘടിതമാണെന്നാണ് കോഡെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കളക്ഷൻ ഓഫ് ലോസ് ആണ്. അപ്പോൾ ഈ കോഡ് നടപ്പിലാക്കാൻ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരെങ്ങനെ അവരെ തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് ഇൻസോൾവൻസിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, ഇത്ര വർഷത്തെ
10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. CA ആയിട്ടോ ലോയറായിട്ടോ CS ആയിട്ടോ ഒക്കെ 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ക്രെഡിറ്റ് സ്കോർ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഒരാളെക്കുറിച്ച് അയാളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് ഇവിടെ രണ്ടാമത് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് വളരെ ഇമ്പോർട്ടൻറ്റ് അഡ്ജുഡിക്കേഷനുള്ള നമ്മുടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അല്ലെങ്കിൽ DRT, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ പോലെയുള്ള നിയമപരമായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ, അതാണ് മൂന്നാമത്തെ പില്ലർ. ഇനി നാലാമത്തെ പില്ലർ ആരാണെന്ന് ചോദിച്ചാൽ, ഞാനിതൊന്നും അത്ര ഡെഫിനിഷൻ കൊടുത്ത് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇൻറ്റേർണലി പറയുന്നുണ്ട്. നാലാമത്തെ പില്ലറാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇവരാണ് അതിൻ്റെ കാര്യങ്ങൾ എക്സാം നടത്തുന്നു, പിന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസിൻ്റെ വാലിഡിറ്റി തീരുമാനിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 പില്ലേഴ്സ് ഓഫ് IBC 2016, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് 2016ൻ്റെ 4 പില്ലേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 4 ആൾക്കാരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന എന്തും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഒരു കഥ ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു സിസ്റ്റം കണ്ടുപിടിക്കുന്നു, പുതിയൊരു ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു, ഇതെല്ലാം എന്തായിട്ട് വരും? എല്ലാം നമ്മളെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ല ഫിസിക്കൽ ക്രിയേഷൻ ആണ്, എന്നാലും നമ്മളൊരു ഐഡിയ ആണ്. ഫിസിക്കലി നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിരുന്നാൽ പോലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ കഷ്ടപ്പെട്ട് ചിന്തിച്ചെടുത്ത എന്തോ ഒരു ഐഡിയ ആണ്. അപ്പം നമുക്ക് ആ ഐഡിയേൻ്റെ മേലെ എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളത് കൊണ്ടാണ് ആ ഐഡിയകളെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പം എന്തോ ഒരു സാധനം യുണീക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഐഡിയനാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഒന്ന്, പാറ്റൻറ്റുകൾ വഴി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാറ്റൻറ്റ് ആക്ട് 1970 പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 20 വർഷം വരെ നമുക്ക് പാറ്റൻറ്റ് കിട്ടും. ഒരു സാധനത്തിൻ്റെ മേൽ, നമ്മൾ കണ്ടെത്തിയ ഒരു സാധനത്തിന്മേൽ 20 വർഷം വരെ നമുക്ക് എന്ത് കിട്ടും? പാറ്റൻറ്റ് കിട്ടും. പക്ഷേ അത് എന്തായിരിക്കണം? നോവൽറ്റി ഉണ്ടായിരിക്കണം, പുതിയ സാധനമായിരിക്കണം, ഇൻവെൻറ്റീവ് ആയിരിക്കണം, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള സാധനമായിരിക്കണം. ഓക്കെ, ഇൻവെൻറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലി എന്തുണ്ടായിരിക്കണം? അതിലൊരു മുന്നേറ്റം ഉണ്ടായിരിക്കണം. നിലവിൽ എന്താണോ ഒരു ടെക്നിക്കൽ സ്റ്റാറ്റസ്, അതിനേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കണം. ഇപ്പം നിലവിലുള്ളത് തന്നെ വീണ്ടും കൊണ്ടുപോകരുത് എന്നുള്ള. അപ്പം അങ്ങനെയുള്ള സാധനം നമുക്ക് എന്ത് കിട്ടാം? 20 വർഷം വരെ പാറ്റൻറ്റ് വഴി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ കയ്യിലുള്ള കവിത പോലത്തെ എന്തെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി റൈറ്റ് എടുക്കാം. കോപ്പി റൈറ്റ് ആക്ട് 1957 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ അത് 50 വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ, പറയുന്നുണ്ടോ കാണാനില്ല. ഓക്കെ, അപ്പം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ കഥ, കവിത തുടങ്ങിയ സാധനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഓരോന്നിനും ഓരോ വർഷമാണ് കേട്ടോ. 60 വർഷമൊക്കെയാണ് പറയുന്നത്. ഓക്കെ, 60 വർഷമാണ് പറയുന്നത്. അമേരിക്കയിൽ അത് 100 വർഷം എന്താണ്. 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടേതായ രീതിയിൽ അതെടുത്ത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടിൻറ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ? ടിൻറ്റ് അല്ല പോട്ടെ, ഷെർലക് ഹോംസ് പറഞ്ഞ കഥയ്ക്ക് 100 വർഷത്തെ കോപ്പിറൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കും ഷെർലക് ഹോംസിൻ്റെ കഥയെ അവരുടേതായ രീതിയിൽ തിരുത്തി ചെയ്താൽ ഒരു കുഴപ്പമില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് അതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. എന്തിനൊക്കെ എടുക്കാം? നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. സിനിമയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിന് എടുക്കാം. അല്ല, നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൻ്റെ താഴെ കാണാറുണ്ടല്ലോ. അപ്പോൾ അതിന് കോപ്പിറൈറ്റ് എടുക്കാം. നമ്മൾ ബിസിനസ്സിൻ്റെ ട്രേഡ് മാർക്കിന് എന്തെടുക്കാം? ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ എടുക്കാം. അത് ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരമാണ് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. വലിയ കഥകളുണ്ട്, ഞാൻ ഒന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് കുറേ സ്വന്തമായിട്ട് ചെയ്യാം. ജോഗ്രഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് കിട്ടും. ഇപ്പോൾ എന്താ പറയുക, തിരുനെൽവേലി ഹൽവ എന്ന് പറയുമ്പോൾ അത് തിരുനെൽവേലിയുടെ മാത്രമാണെന്ന് അറിയിക്കാൻ വേണ്ടി ജോഗ്രഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് കിട്ടും. അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കിട്ടും. പിന്നെ പ്ലാൻ വെറൈറ്റി കിട്ടും. പക്ഷേ നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മളെ ബിസിനസ്സിൻ്റെ പ്ലാന്റ് ഉദ്ദേശിക്കുന്ന ചെടിയല്ല, പിന്നെ ചെടി തന്നെയാണ്. ഓക്കെ, പ്ലാന്റ് വെറൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നവരുണ്ടല്ലോ, എന്താ പറയുക, സംകൃത ഇനമൊക്കെ ഉണ്ടാക്കുമല്ലോ. അതായത് 2 പ്രത്യേക തരം ഇതിനെ മിക്സ് ചെയ്ത് വേറെ ഉണ്ടാക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്കുള്ള പ്രൊട്ടക്ഷനാണ് പ്ലാൻ വെറൈറ്റി. ഇതുപോലെ നമ്മുടെ ഐഡിയ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾക്ക് എന്ത് കിട്ടും? ട്രേഡ് സീക്രറ്റിന് വരെ എന്ത് കിട്ടും?
ഇതുവഴി പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ നോട്ടിച്ച് പോയെന്നേ ഉള്ളൂ. എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, എന്തൊക്കെ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മീൻസിലൂടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതൊന്നും മനസ്സിലുണ്ടാവട്ടെ. എല്ലാ പേരുകളൊന്നും വായിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്നാൽ നമുക്ക് കൈനീട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ കഥകളാണ് പറയുന്നത്. അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് എന്തുണ്ട്? 2 ലോ, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ഉം ഈ പറയുന്ന പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019-ആണ് ഒരു വ്യക്തിയുടെ ഓൺലൈനിൽ കിടക്കുന്ന ഡേറ്റയിന്മേൽ മറ്റൊരാൾക്ക് കൈയേറ്റം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ തന്നെ. അപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയും, ഈ 2 ലോസാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ലോസ് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽ ഡേറ്റേനെ, പേഴ്സണൽ ഡേറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ പ്രൈവസിക്ക് എന്തുണ്ട്? നമ്മുടെ ലോസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പല ക്രിമിനൽ ആക്ടിവിറ്റികളെയും IT ആക്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആക്ടുകൾക്കൊക്കെ അതിൻ്റേതായ തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട്. വളരെ ഡിഫൈൻഡ് ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ പറ്റുന്ന പോലെ നോക്കാം. അല്ലെങ്കിൽ IT ആക്ടിനെ കുറിച്ച് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാകുന്നല്ല, കുറേ കഥ എഴുതാൻ പറ്റും. ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് ഇല്ല, എല്ലാം ഇതേപോലെ പാരഗ്രാഫുകളാണ്, നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. എന്നാൽ അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നാൽ മതിയാവും. ഓക്കെ, പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻവയൺമെൻറ്റൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. എൻവയൺമെൻറ്റൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഇസ് ഇമ്പാക്ട് ഓൺ ബിസിനസ്. അതായത് നമ്മുടെ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ എന്തൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകൾ അത് എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയുന്നത്. ഓരോ ലോയാണ് പറയുന്നത്. ഓക്കെ, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. വാട്ടർ പൊല്യൂഷൻ, വാട്ടർ പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രികൾ വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇതേപോലെ എയർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോ ഉണ്ട്. ഞാൻ നോട്ടിച്ച് വിടുന്നേ ഉള്ളൂ കേട്ടോ. എൻവയൺമെൻറ്റ് ആക്ട് 1986 ഉണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. പിന്നെ കോസ്റ്റൽ റെഗുലേഷൻസ് ഉണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഉണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്. കാണാതെ പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് നിയമങ്ങളൊന്ന് ഓടിച്ച് നോക്കുക, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. പിന്നെ പഠിക്കാൻ പോയി ഒരുപാട് കാര്യങ്ങൾ പക്ക ലോ ആയതുകൊണ്ട് തന്നെ കൃത്യം സ്റ്റേറ്റ് ഇത്ര. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടൊരു സാധനം ഇതാ, പ്രൊപ്പോസൽ ഇൻവോൾവ്സ് ഫോറസ്റ്റ് ലാൻഡ് അപ് ടു 40 ഹെക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വരെ പറയുന്നുണ്ട് 40 ഹെക്ടർ വരെയുള്ള ഫോറസ്റ്റിനെ ഈ ലോ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ജൂറിസ്ഡിക്ഷൻസും പറയുന്നുണ്ടാവും. അത്ര ഡെപ്തിലായി പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക എന്തൊക്കെ ലോസ് ആണ് ഉള്ളത്. ഇതൊരു ബിസിനസ്സിന്, സാധാരണ ഒരു ബിസിനസ്സിന് ഇതൊക്കെ എങ്ങനെ ബാധിക്കും. ഫാക്ടറി വയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെ ലോസ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒന്നൊരു ബേസിക് കാര്യം ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റീഷൻ ആക്ട്. 2002-ലുള്ളതാണ്. കോമ്പറ്റീഷൻ ആക്ട് എൻഷുർ ചെയ്യുന്നത് ഹെൽത്തി കോമ്പറ്റീഷനാണ് നമ്മുടെ ബിസിനസ്സുകൾക്കിടയിൽ നടക്കുന്നതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും ഒരു ഉദാഹരണം, ഈ ചിലർ സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് വില കൂട്ടാറില്ലേ, അതൊക്കെ എന്താണ് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റിൻ്റെ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കോമ്പറ്റീഷൻ ഹെൽത്തി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് കോമ്പറ്റീഷൻ ആക്ട് വന്നേക്കുന്നത്. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടക്കാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഈ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ലോ പ്രിവെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് നിശ്ചയിക്കാൻ പാടില്ല. അതായത് ചില കച്ചവടക്കാർ എന്ത് ചെയ്യുന്ന അറിയാം, ഇപ്പം മീൻ വിൽക്കുന്നവരൊക്കെ അവരൊരു വില നിശ്ചയിക്കും, അവർ കൂട്ടമായിട്ടൊരു വില നിശ്ചയിക്കും. പിന്നെ ആരാ മാർക്കറ്റിലേക്ക് വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ആ വില ഫോളോ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ഈ ലോ പറയുന്നത്. പിന്നെ ഔട്ട്പുട്ടിൻ്റെ മേൽ കൺട്രോൾ വയ്ക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് അവരുടെ രീതിയിൽ കാർട്ടൽ ഫോം എന്ന് പറയുന്നുണ്ട്, ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതും തെറ്റാണ്. പിന്നെ മാർക്കറ്റിൻ്റെ അലോക്കേഷൻ, അതായത് വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്നൊരാൾ അല്ലെങ്കിൽ വേറൊരു പ്രത്യേക പ്രൊഡക്റ്റ് ഡീൽ ചെയ്ത ഒരാൾ പുതിയൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വരുമ്പോൾ നീ എന്തായാലും അവിടെ ഡോമിനൻസ് ഉള്ള ആളല്ലേ, നീ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ഇവിടെ വരണ്ട, അവിടെ നിന്ന് വിറ്റാൽ മതി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഓൾറെഡി സാധനങ്ങൾ വിൽക്കുന്ന വലിയ സെല്ലേഴ്സ് ഉണ്ട്. അവർ പറയുന്നതാണ്, നീ ഇങ്ങോട്ട് കയറി വരണ്ട, നീ നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വരണ്ട, നീ അവിടെ തന്നെ നിന്നോന്ന് പറയുകയാണെങ്കിൽ, കൂട്ടത്തോട് ചെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവിടെയും ഈ സെല്ലറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആര് വരും? കോമ്പറ്റീഷൻ ആക്ട് വരുമെന്നാണ് പറയുന്നത്. അതായത് ഫ്രീ ആയിട്ട് കോമ്പറ്റീഷൻ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ഇന്ന ഒരാൾക്ക് ഡോമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരാളെ തട്ടി താഴ്ത്താനുള്ള അധികാരമില്ല. മനസ്സിലായില്ലേ? ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷനിലൂടെ അയാളെ നേരിടണമെന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാരാണ് നടപ്പിലാക്കുന്നത്, ഇന്ത്യയിൽ ആരാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI ഉണ്ട്. അവർക്കൊരു ഡയറക്ടർ ജനറൽ ഹെഡായിട്ട് കാണും. പിന്നെ നാഷണൽ കമ്പനീസ് ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ, NCLAT, ഇവർ രണ്ടുപേരും കൂടെയാണ് കോമ്പറ്റീഷൻ ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ സാധനം വാങ്ങുന്ന ആളല്ല, ബയ്യറല്ല, കൺസ്യൂം ചെയ്യുന്ന ആരാണോ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളത്. അപ്പോൾ ആ വാങ്ങുന്ന ആൾ എവിടെ പോവും? അയാൾക്ക് സെയിൽസ് ആക്ട് ഉണ്ട്, അതാണ് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എവിടെ പോകും? ഈ പറഞ്ഞ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ട്രിബ്യൂണലിലേക്ക് പോകും. അപ്പോൾ അത് 3 ലെവലിലായിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതികൾ അല്ലെങ്കിൽ ആ ഒരു ജൂറിസ്ഡിക്ഷൻ പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ. സ്റ്റേറ്റ് ഏതുവരെ നോക്കത്തുള്ളൂ? 10 കോടി വരെയുള്ള കേസുകൾ സ്റ്റേറ്റ് നോക്കത്തുള്ളൂ. 10 കോടി കൂടുതൽ ഉള്ള വാല്യൂ ഉള്ള സാധനങ്ങളുടെ പേരിലുള്ള കേസാണെങ്കിൽ ആര് പോകും? നാഷണൽ കമ്മീഷനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഈ കംപ്ലയിൻറ്റ് എങ്ങനെ ഫയൽ ചെയ്യാൻ ചോദിച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇത് പ്രകാരം ഓൺലൈനായിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഫയൽ ചെയ്യുന്നത് എപ്പോഴാണ്? ഈ സംഭവം ഉണ്ടായി 2 വർഷത്തിനകം ഈ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്തൊക്കെ റിലീഫ് കിട്ടുമെന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം, റീപ്ലേസ്മെൻറ്റ്, റീഫണ്ട്, ഇഞ്ചുറി ഉണ്ടായിരുന്നില്ല അതിനുള്ള പ്രതിവിധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വാങ്ങിച്ചു തരും? നമ്മളെ ഈ കമ്മീഷൻ വാങ്ങിച്ചു തരും ആസ് പെർ ദി ആക്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഒന്ന് നോക്കുക, ഞാനൊന്നും സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല. ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പറയുന്നത് കൊണ്ടാണ്. എല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറയത്തില്ല. എന്നാലും ഒരു 20 മാർക്കിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് എഴുതാൻ അറിയാൻ ഉള്ള സാധനങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. മിക്കവാറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വളരെ നല്ലതായിട്ട് പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയും, അങ്ങനെയൊക്കെ ആയിരിക്കാം മിക്കവാറും വരുന്നത്. ഐ ഡോണ്ട് നോ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവസാന നിമിഷം പഠിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, ഒന്ന് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ടൈമുണ്ട്, ഇനിയിപ്പം നാളെ കൂടി ടൈം ഉണ്ടല്ലോ. എന്തുണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ കൂടി ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു.